മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് നടി സൗപർണിക. നിരവധി സിനിമാ സീരിയലുകളിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തിയ താരത്തിന് നിരവധി ആരാധകരാണുള്ളത്. ഇപ്പോഴിതാ സൗപർണിക വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത്. സൗപർണികയുടെ അച്ഛൻ്റെ സഹോദരി, അതായത് അപ്പച്ചി അന്തരിച്ചു എന്ന വാർത്തയാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. അപ്പച്ചി എന്നാണ് അച്ഛൻ്റെ സഹോദരിയെ സൗപർണിക വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പച്ചിയുടെ മരണം വളരെയധികം കൂടുതൽ സങ്കടത്തിലാണ് ഇപ്പോൾ സൗപർണിക അത് പറയുന്നത്, അത് വീഴ്ത്തിയിരിക്കുന്നത്. കാരണം അത്രയധികം സങ്കടത്തിൽ നിൽക്കുകയാണ്. എന്നും ഈ ഒരു വിഷമം കടന്ന് എനിക്ക് മുന്നോട്ട് വരാൻ പെട്ടെന്നൊന്നും സാധിക്കുന്നില്ല എന്നും സൗപർണികയുടെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നുണ്ട്. അപ്പച്ചിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് താരം അറിയിച്ചിരിക്കുകയാണ്. 78 വയസ്സായിരുന്നു വസുന്ധര പി എന്ന സൗപർണികയുടെ അപ്പച്ചിക്ക് പ്രായം. ശിവദാസനാണ് വസുന്ധരയുടെ ഭർത്താവ്. കൊല്ലം ജില്ലയിലെ വെളിയിൽക്കുളങ്ങര എന്ന സ്ഥലത്താണ് ഇവരുടെ വീട്. അവിടെ വെച്ച് തന്നെയാണ് ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കുമെന്നും വൈകുന്നേരം 5 മണിക്ക് വീട്ടുവളപ്പിൽ വെച്ച് തന്നെയാണ് നടക്കുന്നതെന്നും സൗപർണിക അറിയിച്ചിരിക്കുന്നു. സൗപർണിക കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചതും അപ്പച്ചിയെക്കുറിച്ച് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി തന്നെ അപ്പച്ചിയെ വന്ന് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പച്ചി വയ്യാതെ കിടന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വന്നതും ഈ ഒരു സമയത്ത് തന്നെയാണ്. സൗപർണികയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണ് തൻ്റെ അപ്പച്ചി. വളരെ ചെറുതിലെ സൗപർണിക സീരിയലിലും സിനിമയിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയതും എല്ലാത്തിനും കൂടെ നിൽക്കുന്നതും എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകുന്നതും എല്ലാം തന്നെ ഈ അപ്പച്ചി തന്നെയായിരുന്നു. അതുതന്നെയാണ് സൗപർണികയെ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും വലിയ സങ്കടം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സങ്കടത്തിൽ നിന്ന് കരകയറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ നല്ല കാലത്ത് നമ്മളോടൊപ്പം പിന്തുണയുമായി നിൽക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ മോശം സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്നവരുമായി തന്നെ നമുക്ക് ഒരുപാട് പേരുണ്ടാകും. അതിൽ മോശം സമയത്ത് നമ്മളുടെ കൂടെ നിൽക്കുന്നവരോട് നമുക്കൊരു സ്നേഹം കൂടുതൽ ഉണ്ടായിരിക്കും. ആരാരും അല്ലാതിരുന്നപ്പോൾ സൗപർണികയെ ഇഷ്ടപ്പെട്ട അപ്പച്ചിക്ക് ഇപ്പോഴും ആ ഒരു ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ കാണുന്നത് പോലെ തന്നെയാണ് സൗപർണികയെ അപ്പച്ചി എപ്പോഴും കണ്ടിരുന്നത്. മരിക്കുന്നത് വരെയും ഓർമ്മയുള്ള സമയം അത്രയും സൗപർണികയെ അങ്ങനെ തന്നെയാണ് അപ്പച്ചി കണ്ടത്. സൗപർണികയെ കാണുമ്പോൾ തന്നെ അപ്പച്ചിക്ക് ഒരു ചെറു പുഞ്ചിരി വരും. എപ്പോഴും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. സഹോദരൻ്റെ മകളായിട്ടല്ല, മറിച്ച് സ്വന്തം മകളായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. എന്നും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ തന്നെയാണ് സൗപർണികയെ കൊഞ്ചിക്കാറുള്ളത്. അത്രമാത്രം സ്നേഹത്തിലായിരുന്നു അപ്പച്ചിയും സൗപർണികയും തമ്മിലുണ്ടായിരുന്നത്. അച്ഛൻ്റെ ബന്ധുക്കൾ എല്ലാവരുമായി തന്നെ വളരെയധികം അടുപ്പമാണ് സൗപർണികയ്ക്ക്. അതിനൊരു കാരണവും അപ്പച്ചി തന്നെയാണ്. കുട്ടിക്കാലം മുഴുവൻ വെക്കേഷനെല്ലാം അപ്പച്ചിയോടൊപ്പം ചിലവഴിക്കാൻ കൂടുതലും ഇഷ്ടമായിരുന്നു സൗപർണികയ്ക്ക്. അങ്ങനെ ഒരുപാട് കഥകളാണ് അപ്പച്ചിയെക്കുറിച്ച് സൗപർണികയ്ക്ക് പറയാനുള്ളത്. ബാല്യകാലം മുതലും ഒരു സ്കൂൾ കാലഘട്ടത്തിലും ഒക്കെ തന്നെയും പ്രേക്ഷകർക്ക് സുപരിചിതയായ നിരവധി കഥാപാത്രങ്ങളിൽ പ്രത്യക്ഷമായിട്ടുള്ള താരം തന്നെയാണ് സൗപർണിക. അതുകൊണ്ട് തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സൗപർണികയെ ഒരുപാട് ഇഷ്ടവുമാണ്. ഇപ്പോൾ സൗപർണികയുടെ ഈ ഒരു വിഷമത്തിൽ പ്രേക്ഷകരും പങ്കുചേരുകയാണ്. സൗപർണിക പങ്കുവച്ച ഈ ഒരു മരണവാർത്തയ്ക്ക് തൊട്ട് താഴെയായി തന്നെ നിരവധി പേരാണ് സൗപർണികയുടെ അപ്പച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്.